അങ്ങനെ മറ്റൊരു കൺട്രി കൂടി ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ഫ്രീ വിസ കിട്ടാൻ പോവുകയാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കയിലേക്കാണ് ഇപ്പോൾ അവർ ETA പ്രഖ്യാപിച്ചിട്ടുള്ളത്. ETA വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകാനും പറ്റുന്നതാണ്. വിസ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ആദ്യം തന്നെ ETA അപ്ലൈ ചെയ്യുന്നതിന് 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തേത് നിങ്ങൾക്ക് 18 വയസ്സിന് മേലെ ആയിരിക്കണം. പാസ്പോർട്ട് 19 മാസത്തിലോളം എക്സ്പയർ ആവാതിരിക്കണം. അതായത് 1 വർഷം 7 മാസത്തോളം പാസ്പോർട്ടിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. മൂന്നാമത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. അതായത് ഈ കാണിച്ചിരിക്കുന്ന 3 എയർപോർട്ടുകൾ ജോഹന്നാസ്ബർഗിൽ OR ടാംബോ, അതുപോലെ തന്നെ കേപ്പ് ടൗൺ ഇന്റർനാഷണൽ എയർപോർട്ടും ലൻസാരിയ എയർപോർട്ടുമാണ്. ഈ 3 എയർപോർട്ടുകളിൽ മാത്രമേ ഈ ETA വാലിഡ് ആവുകയുള്ളൂ. ഇനി ETA അപ്ലൈ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നേരിട്ട് ഈ കാണുന്നവരുടെ വെബ്സൈറ്റിൽ കയറാം. ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങളൊരു അക്കൗണ്ട് ഫില്ല് ചെയ്യാം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഫാമിലി പാസ്പോർട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സെൽഫി എടുത്തിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഒരു പാസ്പോർട്ടിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ബേസിക് ഡീറ്റെയിൽസ് മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒരു ഡോക്യുമെന്റേഷന്റെ ആവശ്യമില്ല. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 24 അവേഴ്സിനുള്ളിൽ തന്നെ വിസ കിട്ടും. വിസ എന്ന് പറയുന്നത് ഫ്രീ ആണ്. 1 ഇയർ വാലിഡിറ്റി, അത് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് സൗത്ത് ആഫ്രിക്ക തരുന്നത്. ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് മാത്രം മതി കേട്ടോ. ഇതിന് വേറെ ഡോക്യുമെന്റേഷനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പോകുന്ന സമയത്ത് ഏത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ റിട്ടേൺ ടിക്കറ്റ് കയ്യിലുണ്ടാവണം. അതുപോലെ തന്നെ ഒരു ഹോട്ടൽ ബുക്കിങ്ങും പിന്നെ അതുപോലെ കുറച്ച് സഫീഷ്യന്റ് ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ ഫണ്ടും ഉണ്ടെങ്കിൽ എമിഗ്രേഷനും സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പം തന്നെ നിങ്ങൾക്ക് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. സോ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തോ, സേവ് ചെയ്ത് വെച്ചോ. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ.